ഹലോ ഗൈസ്, ഇന്നെൻ്റെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ 8 മണിയൊക്കെ എഴുന്നേറ്റിട്ട് ഫ്രഷപ്പ് ആയിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ വെയിറ്റ് നോക്കി. നമ്മൾ ഈ 8 മണിക്ക് ശേഷം കുടിക്കുന്ന വെള്ളവും പിന്നെ ലേറ്റായിട്ട് കഴിക്കുന്ന ഫുഡും ഒക്കെ വെയിറ്റിൽ ഫ്ലക്ച്വേഷൻ വരാൻ ഇന്നത്തെ വെയിറ്റ് 69.95 ആണ്. രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിലെടുത്ത വെയിറ്റ് ആട്ടോ. നമ്മൾ രാവിലെ ഇഞ്ചി ഇട്ട് ചെറു ചൂടുകളാണ് രാവിലെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡീറ്റോക്സ് ഡ്രിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 2 പാലപ്പവും ഒരു പാൽച്ചായ ആണ് കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് പാൽച്ചായ, ഇതിലും ഷുഗർ ഇട്ടിട്ടുണ്ട്, കുറച്ച് അളവ് കുറയ്ക്കുന്നുണ്ട്, എങ്കിലും ഷുഗർ അവോയ്ഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇന്നലത്തെ പാലപ്പത്തിൻ്റെ ബാക്കി മാവ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഇന്ന് പാലപ്പം തന്നെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഇതിൽ കാണാം. ലഞ്ച് എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല, ഇടയ്ക്ക് നിന്ന് പുറത്തൊക്കെ പോകണം. ഓക്കെ, അങ്ങനെ ഞാൻ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നും രാവിലെ ഞാൻ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് 3 കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഫുൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്കും ബാക്കി റീഫില്ല് ചെയ്തെടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് എടുത്ത് തന്നൊരു റോബസ്റ്റ പഴമാണ്. അത്യാവശ്യം കാലറി കുറവുള്ള, പഴങ്ങളിൽ കാലറി കൂടുതൽ കുറവുള്ള സാധനമാണ് റോബസ്റ്റ. സാധാ പഴങ്ങൾ എടുക്കുന്നതിലും മറ്റേ പാളയംകോടൻ അല്ലെങ്കിൽ പൂവമ്പഴമൊക്കെ എടുക്കുന്നതിലും ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ക്രേവിങ്സ്, ഷുഗർ ക്രേവിങ്സ് ഒക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും റോബസ്റ്റ പഴം. ഞാൻ ഇന്ന് ഉച്ചക്കത്തേക്ക് ലഞ്ചായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു എന്താ പറയുക, സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ഹൈ കാലറി ആണോ ചോദിച്ചാൽ അത്യാവശ്യം കാലറി ഉണ്ട് ഇതിനൊക്കെ, എങ്കിലും കുറച്ച് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മോഡേൺ ഫ്ലാക്സ് സീഡ് ബ്രെഡാണ്. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ അത്ര കാര്യമായിട്ട് റോസ്റ്റ് ആക്കുന്നില്ല. എന്നിട്ട് ഞാനതിലേക്ക് ഇച്ചിരി കുക്കുംബർ സ്ലൈസസും പിന്നെ ഒനിയൻ്റെ സ്ലൈസസും വെക്കുന്നുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടി. ഇതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ചീസ് സ്ലൈസ് വെച്ചിട്ട് കുറച്ച് ടേസ്റ്റി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പെർഫെക്റ്റ് ഒന്നുമില്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ഒരു ചെറിയ പോർഷൻ മുട്ട ഓംലെറ്റ് പോലെ ഒന്നും ഇടാതെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ എൻ്റെ ലഞ്ച് റെഡി ആയിരിക്കുകയാണ്. ഞാൻ സാൻഡ്വിച്ച്, തട്ടിക്കൂട്ടൽ സാൻഡ്വിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എടുത്ത കുക്കുംബർ ബാക്കി സ്ലൈസും കൂടെ വെച്ചിട്ടുണ്ട്. 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഉള്ളിൽ സവോളയും കുക്കുംബറും ചീസും ഓംലെറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഈവനിങ് സ്നാക്കായിട്ട് എടുത്തേക്കുന്നത് 5 ബദാമും 2 അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ബ്രൂ കോഫിയും എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കുന്നത്. ഇന്നെൻ്റെ ഡിന്നറായി എടുത്തത് ഞാൻ അവൽ നനച്ചതും ഒരു റോബസ്റ്റ പഴവുമാണ്. അങ്ങനെ ഇന്ന് സെക്കൻഡ് ഡേ, 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ സെക്കൻഡ് ഡേയും ഞാൻ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതിനകത്ത് കുറച്ച് തേങ്ങയും ഇച്ചിരി ശർക്കരയുമാണ് ഈ അവൽ നനച്ചതിനകത്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.